We are discussing about leverage ratio അല്ലെങ്കിൽ solvency ratio. Leverage ratio എന്തായിട്ട് അറിയപ്പെടുന്നുണ്ട്? solvency ratio. അപ്പോൾ leverage ratios എന്ന് പറയുന്നത് solvency നമ്മൾ ഡിസ്കസ് ചെയ്ത ടേമാണ്. വാട്ട് ഈസ് solvency? അതെ, സോൾവെൻസി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഡെപ്റ്റ് പേ ചെയ്യാനുള്ള എബിലിറ്റിയെ പറയുന്ന പേരാണ് സോൾവെൻസി. ഷോർട്ട് ടേം സോൾവെൻസി ഉണ്ട്, ലോങ് ടേം സോൾവെൻസി ഉണ്ട്. ഷോർട്ട് ടേം സോൾവെൻസി ആണ് എന്തായിട്ട് നമ്മൾ പഠിച്ചത്? ലിക്വിഡിറ്റി റേഷ്യോസ് ആയിട്ട് പഠിച്ചത്. ഷോർട്ട് ടേം സോൾവെൻസി എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് പീരീഡിൽ കമ്പനിക്ക് ഡെപ്റ്റ് പേ ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഷോർട്ട് ടേം സോൾവെൻസി എന്ന് പറയുന്നത്. ഷോർട്ട് ടേം സോൾവെൻസി മെഷർ ചെയ്യാനാണ് ലിക്വിഡിറ്റി റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയായിരുന്നു ലിക്വിഡിറ്റി റേഷ്യോസ്? കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ആൻഡ് സൂപ്പർ ക്വിക്ക് റേഷ്യോ. ഇനി ലോങ് ടേം ഡെപ്റ്റ് പേയിങ് എബിലിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന റേഷ്യോസ് ആണ് ലിവറേജ് റേഷ്യോസ് എന്ന് പറയുന്നത്. അതാണ് ജനറലി എന്തായിട്ട് അറിയപ്പെടുന്നത്? സോൾവെൻസി എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ സോൾവെൻസി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളൊരു ലിവറേജ് റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോൾവെൻസി എന്നറിയപ്പെടുന്നത് ഒരു ഫേമിന്റെ സോൾവെൻസി എന്ന് പറയുമ്പോൾ ആ ഫേമിന്റെ ഷോർട്ട് ടേം ഡെപ്റ്റ് പേയിങ് എബിലിറ്റി അല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്? ലോങ് ടേം ഡെപ്റ്റ് പേയിങ് എബിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറയുന്നത്? ലോങ് ടേം ഡെപ്റ്റ് ഇൻക്ലൂഡിങ് ഡിബെഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ്, മോർഗേജ് എക്സെട്ര. ഒരു കമ്പനിയുടെ ലോങ് ടേം ലാബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിബെഞ്ചേഴ്സ് ഉണ്ടാവും, അതുപോലെ ലോങ് ടേം ലോൺസ്. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുണ്ടാവുക. അത് തിരിച്ചടക്കാനുള്ള കമ്പനിയുടെ കഴിവിനെ മെഷർ ചെയ്യുന്നതാണ് ലിവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. ആ ഡെപ്റ്റ് അത് കടമാണ് അല്ലേ. ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറയും. 10 വർഷമോ അല്ലെങ്കിൽ ലോൺ ആണെങ്കിൽ ഒരു 5 വർഷം 7 വർഷമൊക്കെയുള്ള ഡെപ്റ്റ് കടമാണ് ലോങ് ടേം ലോൺസ് എന്ന് പറയുന്നത്. അതുപോലെ ഡിബെഞ്ചേഴ്സ് അത് തിരിച്ചടക്കാനുള്ള കമ്പനിയുടെ കഴിവിനെ മെഷർ ചെയ്യുന്ന റേഷ്യോസ് ആണ് ലിവറേജ് റേഷ്യോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലിവറേജ് റേഷ്യോസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവറേജ് റേഷ്യോ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദർ ആർ 2 types ഓഫ് ലിവറേജ് റേഷ്യോ. ഫസ്റ്റ് ഈസ് സ്ട്രക്ചറൽ റേഷ്യോ, സെക്കൻഡ് ഈസ് കവറേജ് റേഷ്യോ. ഇനി ഒരുപാട് റേഷ്യോസ് നമ്മൾ ഏതിൻ്റെ അണ്ടറിൽ പഠിക്കുന്നുണ്ട്? ലിവറേജ് റേഷ്യോൻ്റെ അണ്ടറിൽ പഠിക്കുന്നുണ്ട്. കാരണം കൂടുതൽ റേഷ്യോസ് വരുന്നത്, കൂടുതൽ ക്രെഡിറ്റേഴ്സും അതുപോലെ ബാങ്കും ഒക്കെ അനലൈസ് ചെയ്യുന്ന ഒരു റേഷ്യോ എന്ന് പറയുന്നത് ലിവറേജ് റേഷ്യോ അല്ലെങ്കിൽ സോൾവെൻസി റേഷ്യോ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അണ്ടറിൽ ഒരുപാട് റേഷ്യോസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ ബ്രോഡ്ലി നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പഠിക്കുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് തരംതിരിക്കുന്ന, ഒന്ന് സ്ട്രക്ചറൽ റേഷ്യോ, മറ്റൊന്ന് കവറേജ് റേഷ്യോ. ഇനി എന്താണ് ഈ സ്ട്രക്ചറൽ റേഷ്യോ? സ്ട്രക്ചറൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ ദീസ് റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ഫ്രം ദ ഫിഗേഴ്സ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലെ ഫിഗേഴ്സ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോസിന് എന്ത് പറയും? സ്ട്രക്ചറൽ റേഷ്യോസ്. ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് വെച്ചിട്ട്. എന്നാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഐറ്റംസ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോസിന് എന്ത് പറയും? കവറേജ് റേഷ്യോസ്. പിന്നെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് സ്ട്രക്ചറൽ റേഷ്യോന്. അതായത് സ്ട്രക്ചറൽ റേഷ്യോ മെഷർ ദ എബിലിറ്റി ഓഫ് എ ഫേം ടു റീപേ ദ പ്രിൻസിപ്പൽ എമൗണ്ട് വെൻ ഡ്യൂ. പ്രിൻസിപ്പൽ എമൗണ്ട് ഡ്യൂ ആവുന്ന സമയത്ത് കൊടുക്കാനുള്ള എബിലിറ്റിയാണ് ഏത് റേഷ്യോ മെഷർ ചെയ്യുന്നത്? സ്ട്രക്ചറൽ റേഷ്യോ. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ 10 ലക്ഷം 10 വർഷം കഴിഞ്ഞാണ് തിരിച്ചു കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ 10 ലക്ഷം കൊടുക്കാൻ, അത് 10 ലക്ഷത്തിനാണ് എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞത്. ആ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് കൊടുത്താൽ മതിയാവും? 10 ഇയർ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയാവും അല്ലേ. അതുവരെ ഓരോ വർഷം നമ്മൾ ഓരോ മാസം എന്ത് കൊടുക്കേണ്ടി വരും? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ആ ലോണമേ പലിശ കൊടുക്കേണ്ടി വരും. ആ പലിശ കൊടുക്കാനുള്ള എബിലിറ്റിയെ മെഷർ ചെയ്യുന്ന റേഷ്യോസ് ആണ് കവറേജ് റേഷ്യോ അല്ലേ. ടു പേ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാനുള്ള എബിലിറ്റി മെഷർ ചെയ്യുന്നതാണ് കവറേജ് റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് എന്തിലും തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോ വർഷം ഉണ്ടാകുന്ന പ്രോഫിറ്റ്, ഒരു വർഷം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ വർഷം എന്ത് കൊടുക്കാൻ കഴിയുള്ളൂ? ഇൻട്രസ്റ്റ് കൊടുക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഡിബെഞ്ചർമേയുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോസ് ആണ് കവറേജ് റേഷ്യോസ്. ഇനി ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ, അതായത് പ്രിൻസിപ്പൽ എമൗണ്ട്. ഈ ഒരു ഡിബെഞ്ചറൊക്കെ 10 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു 5-15 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചടക്കണം. ആ കൊടുക്കാൻ എബിലിറ്റി മെഷർ ചെയ്യുന്ന റേഷ്യോസ് ആണ് എന്തെന്ന് പറയുന്നത്? സ്ട്രക്ചറൽ റേഷ്യോസ്. ഇനി സ്ട്രക്ചറൽ റേഷ്യോസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രക്ചറൽ റേഷ്യോസ് ഇൻക്ലൂഡ് 5 types ഓഫ് റേഷ്യോസ്. 5 റേഷ്യോ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു റേഷ്യോസിനെ മാത്രം നോക്കുക. ഒന്നാമത്തെ റേഷ്യോ, ദാറ്റ് ഈസ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആൾസോ നോൺ ആസ് സെക്യൂരിറ്റി റേഷ്യോ. ഈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, മറ്റൊന്ന് ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഓക്കെ, ഇപ്പൊ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്നുള്ളതിന്റെ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്
പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റേഷ്യോ. അതായത് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഡെപ്റ്റും അതുപോലെ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫേമിന്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അതും തമ്മിലുള്ള റേഷ്യോ ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ മെഷർ ചെയ്യുന്നത്. അതിൽ തന്നെ ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഉണ്ട്, ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയും ഉണ്ട്. ഫസ്റ്റത്തെ ഇക്വിറ്റി റേഷ്യോ എടുക്കുക, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടം. ഇവിടെ ഡെപ്റ്റ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എക്സ്റ്റേണൽ ഇക്വിറ്റി. അതായത് ഇവിടെ ഡെപ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോങ് ടേം ഡെപ്റ്റ് ആണ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മളോട് പറയുന്നത് അതിൽ ഒന്ന് ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഉണ്ടാവും, അതുപോലെ മറ്റൊന്ന് ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഉണ്ടാവും. ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഉണ്ട്, ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയും ഉണ്ട്. ആദ്യം നമുക്ക് ലോങ് ടേം ഇക്വിറ്റി റേഷ്യോ എടുക്കാം. ലോങ് ടേം ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ആണ്. എന്താണ് ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞു ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ദീർഘകാലത്തേക്കുള്ള കടം. അതിൽ എന്തൊക്കെ ഉണ്ടാവും? ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ബൈ ദ ഔട്ട്സൈഡേഴ്സ്, ഇറ്റ് ഇൻക്ലൂഡ് ഡിബെഞ്ചേഴ്സ്, മോർഗേജ്, ആൾ ലോങ് ടേം ലോൺസ്. ഇനി എന്തൊക്കെയാണ് ഇക്വിറ്റിയിലുള്ളത് നോക്കൂ. ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്, ഇറ്റ് ഇൻക്ലൂഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ് ആൻഡ് സർപ്ലസ് മൈനസ് പ്രിലിമിനറി എക്സ്പെൻസസ്. ഇത്രയാണ് ഇക്വിറ്റിയിൽ വരുന്നത്. ഇത്രയാണ് ലോങ് ടേം ഡെപ്റ്റിൽ വരുന്നത്. അപ്പോൾ ആ ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? ലോങ് ടേം ഇക്വിറ്റി റേഷ്യോ. അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിലെ ഒന്നാമത്തെ റേഷ്യോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതാണ് ലോങ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ അല്ലെങ്കിൽ ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒന്ന് ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, നമുക്ക് എ എന്ന് പറയാം, അതുപോലെ ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. അപ്പോൾ ഈ ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യുന്നത് ടോട്ടൽ ഡെപ്റ്റ്. ഈ ഒരു ഡെപ്റ്റിൽ ലോങ് ടേം ഡെപ്റ്റിൽ ഏത് മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ? ലോങ് ടേം ലാബിലിറ്റീസ് മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ. പക്ഷേ ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ലോങ് ടേം ലാബിലിറ്റീസും ഉണ്ട് പ്ലസ് കറന്റ് ലാബിലിറ്റീസും കൂടി വരുന്നതാണ് ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. അത് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയും അതുപോലെ ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയും. ഇപ്പോൾ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ടോട്ടൽ എന്നും പറഞ്ഞിട്ടില്ല, ലോങ് ടേം ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാൽക്കുലേറ്റ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഏത് കാൽക്കുലേറ്റ് ചെയ്യണം? ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. ഇനി ഈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോന്റെ ഒരു ഐഡിയൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഏതാണ്? 1:1 ആണ്. 1:1 ഈസ് കൺസിഡേർഡ് ആസ് ദ സാറ്റിസ്ഫാക്ടറി ഓർ ഐഡിയൽ. ഇനി ഹൗ ക്യാൻ വി ഇന്റർപ്രറ്റ് ദ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ? എങ്ങനെയാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എ ഹൈ റേഷ്യോ ഷോസ് ദാറ്റ് ദ ക്രെഡിറ്റേഴ്സ് ഹാവ് ഇൻവെസ്റ്റഡ് മോർ ഇൻ ദ ബാലൻസ് ബിസിനസ് ദാൻ ദ ഷെയർ ഹോൾഡേഴ്സ്. ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിനേക്കാളും ക്രെഡിറ്റേഴ്സ് എന്നുള്ളതാണ് ഹൈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 4:1 എടുക്കാം. 4:1 എന്ന ഒരു ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നമുക്ക് കിട്ടിയത് 4:1 ആണെങ്കിൽ ഈ 4 എന്താണ്? ഡെപ്റ്റ് ആണ്. ഈ 1 എന്താണ്? ഇക്വിറ്റി ആണ് അല്ലേ? അപ്പോൾ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ്, പ്രിഫറൻസ് ഷെയർ എല്ലാം കൂടിയത്, റിസർവ് ആൻഡ് സർപ്ലസ്, പ്രോഫിറ്റും ഒക്കെ കൂടിയതിനെയാണ് എന്ത് പറയുന്നത്? ഈ ഒരു ഇക്വിറ്റി എന്ന് പറയുന്നത്. അതിനേക്കാളും വലിയൊരു എമൗണ്ട് നമുക്ക് കടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഫിനാൻഷ്യൽ പൊസിഷൻ ഈസ് നോട്ട് ഗുഡ്. കമ്പനീൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്തല്ല? ഗുഡ് അല്ല. ഒരു 1:1 നമുക്ക് പുറത്തുനിന്ന് നമ്മൾ 1 രൂപ കടം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സ് ക്യാപിറ്റലും എത്ര തന്നെ വേണം? 1 ആണെങ്കിൽ അതൊരു നല്ല ഒരു കോമ്പിനേഷൻ ആണെന്ന് പറയും. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഫേവറബിൾ അല്ലെങ്കിൽ ഡിസൈറബിൾ റേഷ്യോ ഇൻ ദ കേസ് ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി. ഡെപ്റ്റ് ഇക്വിറ്റിന്റെ ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. ഇനി അത് വളരെ കുറഞ്ഞു പോയെന്ന് വിചാരിക്കുക, ഒരു 0.20:1 ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ച് ഓക്കെയാണ്. ക്രെഡിറ്റേഴ്സിന്റെ പൊസിഷൻ റെഡിയാണ്. കാരണം ക്രെഡിറ്റേഴ്സിന് ക്ലെയിം ചെയ്യാം. ക്രെഡിറ്റേഴ്സ് വളരെ കുറവുള്ളൂ, അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് അവിടെ ലോങ് ടേം ഡെപ്റ്റേഴ്സ് വളരെ കുറവാണ്. അതിനേക്കാളും കൂടുതൽ ക്യാപിറ്റൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമ്പനി ഡിസോൾവ് ആവുകയാണ്, വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കമ്പനി അടച്ചു കൂട്ടുന്ന സമയത്തൊക്കെ ക്രെഡിറ്റേഴ്സിന് പണം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല, കാരണം ഒരുപാട് ക്യാപിറ്റൽ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കിട്ടും എന്നുള്ളതാണ്.
അപ്പോൾ ഈ ഒരു റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുക? ക്രെഡിറ്റേഴ്സിൻ്റെ പൊസിഷൻ സാറ്റിസ്ഫാക്ടറി ആണ് ക്രെഡിറ്റേഴ്സിൻ്റെ. പക്ഷേ കമ്പനീൻ്റെ അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കീപ്പ് ചെയ്തിരിക്കുന്നത് അത്ര സൗണ്ട് ആയിട്ടല്ല എന്ന് പറയും. എപ്പോഴാണ് സൗണ്ട് ആവുക എന്ന് പറയാം? 1:1 ഫിനാൻഷ്യൽ പൊസിഷൻ, ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ സൗണ്ട് ആണെന്ന് പറയും. ഇങ്ങനെയാണെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ സൗണ്ട് അല്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ വളരെ ബാഡ് ആയിരിക്കുന്നു, വളരെ ഡെപ്റ്റ് കൂടുതലുണ്ട് എന്ന് കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഇൻ്റർപ്രിട്ടേഷൻ നടത്തുക.